പശ്ചിമ ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 15ആയി. ഗുഡ്സ് ട്രെയിനിന്റെ ഡ്രൈവറും അസിസ്റ്റന്റ് ഡ്രൈവറും കാഞ്ചൻജംഗ എക്സ്പ്രസ് ട്രെയിനിന്റെ ഗാർഡും മരിച്ചു. 60-ലധികം പേർക്ക് ഗുരുതര പരിക്ക് ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സിബി, വളരെ ഗുരുതരമായ ഒരു അപകടം, വളരെ ദാരുണമായ സംഭവം. അതിൻ്റെ ഒരു ഞെട്ടലിൽ നിന്ന് നമ്മളാരും മാറിയിട്ടില്ല. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം, എന്താണ് ഇപ്പോഴത്തെ? അഞ്ജന, നിലവിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായി എന്നുള്ളതാണ് റെയിൽവേ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അപകടത്തിൽ ഇതുവരെ 15 പേർ മരിച്ചു, 60-ലധികം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മരിച്ചവരിൽ ലോക്കോ പൈലറ്റും ട്രെയിൻ ഡ്രൈവറിന്റെ അസിസ്റ്റന്റും അതോടൊപ്പം തന്നെ ഗാർഡും ഉൾപ്പെടുമെന്നുള്ളതാണ് ഇപ്പോൾ റെയിൽവേ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഇതിൽ റെയിൽവേ ബോർഡ് ചെയർമാനും സിഇഒയുമായ ജയവർമ്മ സിൻഹ അറിയിച്ചത് ഈ മരിച്ചവരിൽ ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ഡ്രൈവറും കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ ഗാർഡും ഉൾപ്പെടുമെന്നുള്ളതാണ്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 8:50 ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലെ സിലിഗുരിക്ക് സമീപം ഈ ഒരു അപകടമുണ്ടായത്. ന്യൂ ചെയ്പാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും യാത്ര ആരംഭിച്ച കാഞ്ചൻജംഗ എക്സ്പ്രസ് രംഗപാണി സ്റ്റേഷനടുത്ത് അപകടത്തിൽപ്പെടുകയായിരുന്നു. സിഗ്നൽ മറികടന്ന് എത്തിയ ചരക്ക് ട്രെയിൻ ഈ പാസഞ്ചർ ട്രെയിനിന്റെ പിന്നിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പാസഞ്ചർ ട്രെയിനിന്റെ 3 ബോഗികളും ചരക്ക് ട്രെയിനിന്റെ ഏതാനും ബോഗികളും പാളം തെറ്റുകയും ചെയ്തു. ഏതായാലും പോലീസും ദുരന്ത നിവാരണ സേനയും എല്ലാം തന്നെയും മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഈ മരിച്ചവരെയും പരിക്കേറ്റവരെയും പുറത്തെടുക്കാനായത്. പ്രതികൂലമായ കാലാവസ്ഥയാണ് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നത്. രാവിലെ കനത്ത മഴയായിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി എന്നുള്ളതാണ് റെയിൽവേ ബോർഡ് ചെയർമാൻ ജയവർമ്മ സിൻഹ അറിയിച്ചത്. അതേസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഭവത്തിൽ അനുശോചനം അറിയിക്കുകയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പരിക്കേറ്റവർക്കും 50,000 രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. അല്പസമയം മുമ്പ് റെയിൽവേയും ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും, ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും, നിസ്സാരമായി പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അല്പസമയത്തിനകം തന്നെ ദുരന്ത സ്ഥലത്ത് എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ അപകടത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നരേന്ദ്രമോദി സർക്കാരിനാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി റെയിൽവേ മന്ത്രാലയത്തിൽ തുടരുന്നത് കെടുകാര്യ സ്ഥിതിയാണ്. ഇതിന്റെ ഒരു ഫലമാണ് ഈ ഒരു വലിയ ദുരന്തമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു. അതുകൂടാതെ മോദി ഈ റെയിൽവേയെ സ്വയം പ്രൊമോഷനുള്ള വേദിയാക്കി മാറ്റുകയാണെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏറെക്കുറെ പൂർത്തിയായെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ ദുരന്തമാണ് ഇന്നിപ്പോൾ രാവിലെ 8:50 ഉണ്ടായത്. സിഗ്നൽ മറികടന്ന് ചരക്ക് ട്രെയിനിൽ പാസഞ്ചർ ട്രെയിനിൽ ഇടിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. മരണസംഖ്യ 15 ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കൂടാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അഞ്ജന.